മിന്നൽ മുരളിയെ ഈ യൂണിവേഴ്സിൽ നമ്മൾ ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ അത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇനി വരുന്ന നെക്സ്റ്റ് സിനിമകൾ തമ്മിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അടുത്ത സിനിമയിലുണ്ടാവും, അതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇനി ഇറങ്ങാൻ വന്ന ജാമ്പിയുടെ ഇതിലുണ്ടാവും. അതിനെ കണക്ട് ചെയ്ത് പോവാം നമ്മൾ. ബിഗിനിന്നാണ് നമുക്കിത് WCയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സജഷൻ വരുന്നത്. കോയിൻസിഡൻ്റലി നമ്മുടെ ആ ഒരു ടൈം ലൈനും ജോഗ്രഫി വൈസ് ആണെങ്കിലും ഇതൊക്കെ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഓപ്പൺ അപ്പ് ആയപ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആയത്. ഇപ്പൊ മിന്നൽ മുരളി ലോക്കൽ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഡിറ്റക്ടീവ് ലോക്കൽ ഹോം ഗ്രോൺ ഡിറ്റക്ടീവിനെ പറ്റിയാണ്. അതുപോലെ കുറുക്കമൂല പോലൊരു അതിന്റെ നെയ്ബറിംഗ് ഗ്രാമമായ പ്ലാച്ചിക്കാവ് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് ഡിറ്റക്ടീവ്. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. ശരിക്കും സോംബി എന്നുള്ള ജോണർ ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത് വെറുതെ ഓക്കെ എന്താണ് അടുത്ത പടം ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാറ് നമുക്ക് ജോണർ പോലെ. പക്ഷെ നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മലയാളി മോൺസ്റ്റർ ഫിലിമാണ്. ഇപ്പൊ ആർഡിക്സ് ഇറങ്ങിയ സമയത്ത് അതേപോലത്തെ കഥ വീണ്ടും വരുമായിരുന്നു. സിമിലർ ആയിരിക്കും ആ കഥയുടെ ഒരു ഇത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ളൊരു തോട്ടിൽ തന്നെയാണ് കഥ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ കഥയിൽ ഇറ്റ്സ് നോട്ട് വെരി ഡിഫറെന്റ് ഹ്യൂമൻ ഫോം. അപ്പൊ നമ്മൾ ഒരു ഏലിയനെ ക്രിയേറ്റ് ചെയ്യല്ല, വേറെ ലിംസും ഇതൊക്കെ ഉള്ളതല്ല. ഒരു മനുഷ്യൻ ട്രാൻസ്ഫോം ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിപാടിയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് അനൗൺസ് ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്. ആ സിനിമകളെ പറ്റി സംസാരിക്കാൻ വേണ്ടി സോഫിയ പോളും ആ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഡയറക്ടേഴ്സും ചേരുന്നു. നമസ്കാരം. ഈ ലോകേഷാണോ അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരൻ? ആണോ? നമ്മൾ അങ്ങനെ ഒരു യൂണിവേഴ്സ് ആകെ അറിയുന്നത് മാർവലും DC ആയിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നതും കുറച്ചുകൂടി നമ്മൾ ഇന്ത്യൻ സിനിമയായിട്ട് അത് ആദ്യം കേൾക്കുന്നതും ലോകേഷിലാണ്. അപ്പൊ ലോകേഷ് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, നമ്മള് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചെയ്തു. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് കുറെ നല്ല കഥകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഒരു യൂണിവേഴ്സിലോട്ടാക്കിക്കൂടാ, അങ്ങനെ വന്നൊരു തോട്ടാണ് നമുക്ക്. ഓക്കെ. കുറുക്കമൂല എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ മിന്നൽ മുരളി സംഭവിക്കുന്നത്. ആ സിനിമയുടെ അകത്ത് തന്നെ ഇപ്പൊ ദേശത്തെ പറ്റിയിട്ടും കണ്ണടി കാവിനെ പറ്റിയിട്ടൊക്കെ ആ സിനിമയുടെ അകത്ത് തന്നെ മെൻഷൻസ് ഉണ്ട്, അതായത് ബേസ് ചെയ്ത മറ്റു സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് പക്ഷെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കേണ്ടി വരും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. വേണ്ട, നമുക്ക് മിന്നൽ മുരളി ഉണ്ടല്ലോ, അവിടെ തൊട്ട് മതിയല്ലോ, നമ്മുടെ പ്രൊഡക്ഷൻ അല്ലേ. അപ്പൊ നമ്മളെ മിന്നൽ മുരളിയെ ഈ യൂണിവേഴ്സിൽ നമ്മൾ ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ അത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പൊ നമ്മള് ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പൊ ഇനി വരുന്ന നെക്സ്റ്റ് സിനിമകൾ തമ്മിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അടുത്ത സിനിമയിലുണ്ടാവും, അതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇനി ഇറങ്ങാൻ വന്ന ജാമ്പിയുടെ ഇതിലുണ്ടാവും. അതിനെ കണക്ട് ചെയ്ത് പോവാം നമ്മള്. ഇതിനെ ഇപ്പൊ ജാമ്പിനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. ഇപ്പൊ മിന്നൽ മുരളി സംഭവിക്കുന്ന ഒരു ടൈം ലൈൻ ഏകദേശം 95-96 കാലഘട്ടമാണ്. ഈ നമ്മുടെ ഡിറ്റക്ടീവ് പീരീഡ് സമയത്താണല്ലോ, ടൈപ്പ് റെക്കോർഡറൊക്കെ ഉള്ള ഒരു 90s സമയത്താണെന്ന് വിചാരിക്കാം. അപ്പൊ ജാമ്പി നടക്കുക 90s-ലായിരിക്കും. അതെ, വളരെ കോയിൻസിഡന്റ്ലി നമ്മള് 90s ഒരു കഥയായിട്ടാണ് എഴുതിയത്. അപ്പൊ നമ്മള് വീക്കെൻഡിൽ ആ കഥ പിച്ച് ചെയ്തതിനു ശേഷം വീക്കെൻഡിന്നാണ് നമുക്കിത് WCയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സജഷൻ വരുന്നത്. അപ്പൊ കോയിൻസിഡന്റ്ലി നമ്മുടെ ആ ഒരു ടൈം ലൈനും ജോഗ്രഫി വൈസ് ആണെങ്കിലും ഇതൊക്കെ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഓപ്പൺ അപ്പ് ആയപ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആയത്. ഈ മിന്നൽ മുരളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൂപ്പർ ഹീറോ സിനിമ നാട്ടിൽ നടക്കുന്നു, അതായത് മുണ്ടെടുത്തിട്ടൊക്കെ ഒരാൾ നടക്കുന്നു, ചായക്കടകളൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ഥലത്ത് ഒരു സൂപ്പർ ഹീറോ വരുന്നതാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനില് ഇത് കുറച്ചുകൂടി മാറി. ഇപ്പോ ഒരു ഷെർലക് ഹോംസ് നമ്മുടെ സാധാരണ നാട്ടിലുണ്ടായാൽ അയാൾ എങ്ങനെയിരിക്കും, ആ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ബേസിക്കലി ആ ഒരു തോട്ടാണ്. ഇപ്പൊ മിന്നൽ മുരളി ലോക്കൽ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഡിറ്റക്ടീവ് ലോക്കൽ ഹോം ഗ്രോൺ ഡിറ്റക്ടീവിനെ പറ്റിയാണ്. അതുപോലെ കുറുക്കമൂല പോലൊരു അതിന്റെ നെയ്ബറിംഗ് ഗ്രാമമായ പ്ലാച്ചിക്കാവ് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് ഡിറ്റക്ടീവ്. അതെ, ഇനിഷ്യൽ തോട്ട് എന്ന് പറഞ്ഞാൽ മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഹൂഡണറ്റ് എന്ന് പറഞ്ഞ ജോണറിനെ ട്വീക്ക് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം ട്രോപ്സും അങ്ങനത്തെ ഒരു ടോണൽ ബീറ്റ്സ് ഉണ്ടല്ലോ ഒരു മർഡർ മിസ്റ്ററിക്ക്, അതിനെല്ലാം ട്വീക്ക് ചെയ്ത് പുതിയ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ തോട്ട്. പിന്നെ അതിലേക്കാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നത്.
ആദ്യം ഇതിലെ ഓ, ഗ്രാമവും ഇതിലെ സെറ്റിങ്ങും ഇതിന്റെ ഒരു കോൺഫ്ലിക്ട് ഉണ്ട്. അതാണ് ആദ്യം ഉണ്ടായത്. ഒരു നാട്ടിൻപുറത്ത് ഒരു മർഡർ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അവിടേക്കാണ് പിന്നെ ഉജ്ജൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നതും, അല്ലെങ്കിൽ അതൊരു ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു ക്യാരക്ടർ അതിലേക്ക് പ്ലേസ് ആവുന്നതും എല്ലാം അങ്ങനെയാണ്. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് ഒരു മേർഡർ മിസ്റ്ററി എന്നുള്ളൊരു സംഭവമാണ്. ഈ ജാമ്പിയെ സംബന്ധിച്ചിടത്തോളം വാക്കിംഗ് ഡെഡ് പോലൊരു കെയോസ് കേരളത്തിൽ നടന്നത് എങ്ങനെ ഇരിക്കും, അതായിരുന്നു ആലോചന? ഒട്ടുമല്ല. നമ്മള് ശരിക്കും സോംബി എന്നുള്ള ജോണർ ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത് വെറുതെ ഓക്കെ എന്താണ് അടുത്ത പടം ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാറ് നമുക്ക് ജോണർ പോലെ. പക്ഷെ നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മലയാളി മോൺസ്റ്റർ ഫിലിമാണ്. കേരളത്തിന്റെ ഒരു ഐതിഹ്യത്തിൽ നിന്നൊക്കെ എടുത്ത് ഒരു നാട്ടിൻപുറത്ത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫ്രാങ്ക്സ്റ്റൈൻ പോലെയല്ല. സോ ഇറ്റ് സ്പ്രെഡ്സ്. ഒരു സോംബി ഫിലിമിന്റെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ട്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യും, ഒരു ഇൻഫെക്ഷൻ പോലെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഹോളിവുഡിൽ കാണുന്ന ഭയങ്കര പെയിലായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സോംബിയോ അല്ല, ആ ഒരു മൈൻഡ്ലെസ് ഒരു പരിപാടിയല്ല. ഒരു അപ്പോക്കലിപ്റ്റിക് ഫ്യൂച്ചറിലും അല്ല, സയൻസ് ഫിക്ഷൻ ഇല്ല, ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റ് ഗോൺ റോങ് ഒന്നും അല്ല. നമ്മൾ ഭയങ്കര നേറ്റീവ് ആയിട്ട് പറയുന്നൊരു പരിപാടിയാണ്. അപ്പം എനിക്ക് അതിനെ ഒരു സോംബി ഫിലിം ആണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോഴും സോംബി അല്ല ജാംബി ആണ് എന്ന് പറയാനുള്ള കാരണം തന്നെ ട്രൈ ടു ക്രിയേറ്റ് സംതിങ് കുറച്ചുകൂടി ഒറിജിനൽ. പക്ഷെ അഫ്കോഴ്സ് നമ്മൾ അങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറെ ബോറോ ചെയ്യുന്ന കുറെ ട്രോപ്സ് ഉണ്ട്. അതെന്തായാലും ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു പടം ചെയ്യുന്ന സമയത്ത് ഒരു ക്ലീഷകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാ തുടങ്ങണേന്ന് അറിഞ്ഞാൽ കൂടാ. എന്നിട്ട് ഇപ്പം അതായത് രണ്ടുപേരുണ്ടായിരിക്കും, അതിൽ ഒരാൾ ബേസിക്കലി മറ്റാളെ വെച്ച് നോക്കുമ്പോൾ ചിന്തകൾ അല്ലെങ്കിൽ അയാൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അധികം മണ്ടത്തരായിരിക്കും, ഇയാളായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുത്ത ഒരുപാട് കോയിൻസിഡൻസ് സംഭവിക്കും ഈ മെയിൻ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ കൾപ്രിറ്റ് എപ്പോഴും മുഖം മൂടിയിട്ടായിരിക്കും പ്രധാനപ്പെട്ട കൊലപാതകങ്ങളൊക്കെ നടത്തുക. ഇതിനെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യും? ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് ഒരു മർഡർ മിസ്റ്ററി എന്നുള്ളതായിരുന്നു. അപ്പൊ ആ സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഫ്രഷ് ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ സ്ക്രീൻ പ്ലേയിലെ അപ്പൊ ആ സെറ്റിംഗിലേക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് വരുന്നു. ഇപ്പൊ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ അല്ല. അപ്പൊ അതിൽ തന്നെയുണ്ട് വേറൊരു പറയുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സും ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സും അവരുടെ ലൈഫിലൂടെ പോകുമ്പോൾ അത് നാച്ചുറലി കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഒരു നോർമൽ സീരിയൽ കില്ലർ ഫിലിമിൽ നിന്ന്. പക്ഷെ എന്നാൽ നമുക്ക് വല്ലാതെ ഡിഫറെന്റ് ആക്കാതെ നമ്മൾ ആ സീരിയൽ കില്ലർ ഫിലിമിൽ നിന്ന് എടുക്കുന്ന കുറച്ച് കുറച്ച് ട്രോപ്സും ഉണ്ട് അതിൽ തന്നെ നിർത്താൻ വേണ്ടിയും. അതിന്റെ കുറച്ച് ബീറ്റ്സും കാര്യങ്ങൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇത് നടക്കുന്ന ഗ്രാമത്തിനാണെങ്കിലും അതിൻ്റെതായ ഒരു ഗ്രാമർ ഉണ്ട്. ഇപ്പൊ ഫിക്ഷണൽ വില്ലേജ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ തോട്ട്സിൽ വരുന്ന എന്തൊക്കെയാണോ അതൊക്കെ ആ ഗ്രാമത്തിനുണ്ട്. അവിടുത്തെ കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവിടെ നമ്മൾ പോർട്രേ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ എല്ലാത്തിനും ഞങ്ങളുടേതായ ഒരു ഗ്രാമർ ഉണ്ട്. സോ വരുന്ന ക്യാരക്ടേഴ്സും ഈ ഗ്രാമം എന്നുള്ളത് വെച്ചാൽ ഫിക്ഷണൽ ഗ്രാമം ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ആ ഗ്രാമത്തിന്റെ ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പും പരിപാടിയല്ല. അപ്പൊ തന്നെ ആ ഒരു ഡിഫറൻസ് വരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ പോലുള്ള ഒരു സിനിമയല്ല ഇത് ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും അധികം ഹോപ്പുള്ള ഏറ്റവും അധികം പ്രോമിസ് ഉള്ള ടീച്ചറിൽ ഉൾപ്പെടെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാണല്ലോ അതിനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം ധ്യാൻ ചേട്ടന് അപ്പുറത്ത് വളരെ ഈ എഫേർട്ട്ലെസ്ലി പെർഫോം ചെയ്യുന്ന ഒരു സൈഡ് ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷത്തിൽ ഗംഭീരമായിട്ട് അദ്ദേഹം 2 കാലഘട്ടങ്ങളെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ലീഡാക്കുമ്പോൾ അതിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളുകൾ ഇതൊരു റെഗുലർ ധ്യാൻ പടാക്കി എടുക്കുവോ, അങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നോ? ഇല്ല അങ്ങനെ ചിന്തയില്ല. നമ്മൾ ധ്യാനം സെലക്ട് ചെയ്യുമ്പോഴും നമ്മളിതിനെ നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടല്ലേ നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ആ ഒരു കോൺഫിഡൻസിലാണല്ലോ ഈ കഥ സെലക്ട് ചെയ്തതും ധ്യാനം സെലക്ട് ചെയ്യുന്നതും ഒക്കെ. ആ പ്രോജക്റ്റിൽ നമുക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നോർമൽ ധ്യാൻ പടമല്ല, ഇതൊരു ഡിഫറെന്റ് സിനിമയായിട്ട് കാണുക അതിനെ. ഒരു മാസം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഇമെയിൽ ഐഡിയിലേക്ക് എത്ര കഥകൾ വരും? ഒരു ദിവസം കുറെ വരാറുണ്ട്. ഞാൻ ഇമെയില് ഞങ്ങൾ എല്ലാവരും നോക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് ഞാൻ കാണുമ്പോഴൊക്കെ ഒരു ദിവസം 2-3 ഒക്കെ ഞാൻ കാണാറുണ്ട് ആ ഇമെയിലിൽ കഥകൾ വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കും. അങ്ങനെ ഒരു ഇമെയിലാണ് ഇന്ദ്രനീലു അയച്ചത്. അത് കോയിൻസിഡന്റ്ലി മിന്നൽ മുരളിയുടെ പ്രീമിയർ അവിടെ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടായിരുന്നു, മിന്നൽ മുരളി മാമി ഫിലിം ഫെസ്റ്റിവലിൽ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ടൈം ആയപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു മെയിൽ അയച്ചു, എനിക്ക് ലെസ് ദാൻ 10 മിനിറ്റ്സ് റിപ്ലൈ കിട്ടി. പിന്നെ അവിടുന്ന് ഒരു സ്മൂത്ത് കഥ കേൾക്കാന്നുള്ളത് എനിക്കൊന്ന് എന്തോ 1 ലൈനർ ആയിട്ട് എന്തോ വെച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആക്ച്വലി 1 ലൈനർ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ അവിടെ പഠിക്കുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള 2 പേരാണ്.
ഞങ്ങൾക്കൊരു കഥ പറയണം എന്നുണ്ട്. അപ്പോൾ ജോണർ പറഞ്ഞെന്ന് തോന്നുന്നു. ജോണർ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ റിപ്ലൈ ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് ബോംബെയിലാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ കേൾക്കാം എന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നു, കോൺടാക്ട് ചെയ്തു, കഥ കേട്ടു. ഈ സിനോപ്സിസ് ഒക്കെ പറയണം അല്ലെങ്കിൽ എന്താ ഒരു ഫിലിം മേക്കറിൽ എക്സൈറ്റ് എപ്പോഴും നമുക്കത് ഒരു കഥ കേൾക്കുമ്പോൾ അത് ഒരു ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പൊ ഈ ന്യൂ കമേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും സിനോപ്സിസ് അയക്കുക, അപ്പൊ അത് വായിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ വന്ന് നറേറ്റ് ചെയ്യാൻ പറയും. അതിൻ്റെ അകത്ത് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്ക്രിപ്റ്റ് വാങ്ങിക്കുക, അത് വായിക്കുക. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്. എന്തെങ്കിലും നമ്മളിപ്പം കണ്ടിട്ടുള്ളതിൽ നിന്നും എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം. ഇതുവരെ ഒരു യോണർ റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പം ഒരു ഫാമിലി ഡ്രാമയാണ് ആദ്യം ചെയ്യുന്നതിന് ശേഷം പിന്നെ ഇപ്പം മിന്നൽ മുരളി ആണെങ്കിൽ സൂപ്പർ ഹീറോ സിനിമയാണ്, പടയോട്ടാണെങ്കിൽ ഒരു ഗാങ്സ്റ്റർ കോമഡി ആയിരുന്നു, വളരെ അണ്ടർ റേറ്റഡ് ആണ്. അത് ഇനി ആളുകൾ എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയത് തെരഞ്ഞെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ RDX ആണെങ്കിൽ അതൊരു 3 പേരെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണ്. അത് ബോധപൂർവ്വം എടുക്കുന്ന ഒരു തീരുമാനമാണോ, മുമ്പ് ചെയ്തൊരു യോണർ റിപ്പീറ്റ് ചെയ്യണ്ട എന്നുള്ളത്? അങ്ങനെയല്ല നമ്മൾ ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മളിപ്പോ നേരത്തെ ചെയ്തൊരു സിനിമ ഇപ്പൊ RDX ഇറങ്ങിയ സമയത്ത് അതേപോലത്തെ കഥ വീണ്ടും വരുമായിരുന്നു. 3 ഹീറോ വെച്ചിട്ട് ഇങ്ങനത്തെ ഈ ആക്ഷനും ഇതുപോലെ ഒരു സിമിലർ ആയിരിക്കും ആ കഥയുടെ ഒരു ഇത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ള ഒരു തോട്ടിൽ തന്നെയാണ് കഥ കേൾക്കുന്നത്. ഈ എല്ലാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ക്വാളിറ്റി പോലെ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ ഡെഡ് ബോഡി കണ്ടുപിടിക്കാനുള്ള ഇൻസ്റ്റിങ് ഉണ്ട് രാഘവന്, ഷെർലക് ഹോംസിന് ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ട്. അങ്ങനെ ഉജ്വലനൊന്നും ഉണ്ടോ? അതെന്താന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്കിൽ സെറ്റ് ഉള്ള ക്യാരക്ടർ ആണ് ഉജ്വലൻ. ഓക്കെ. പക്ഷെ എന്ന് വെച്ചാൽ ഈ പറയുന്ന സൂപ്പർ ഹീറോ സ്കിൽ സെറ്റ് അങ്ങനൊന്നും അല്ല. പക്ഷെ പുള്ളിയുടേതായ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്കിൽസ് പുള്ളിക്കുണ്ട്. പുള്ളിയുടേതായ ഒരു രീതിയുണ്ട് പുള്ളിക്ക്. ഒരു ക്രൈം സീൻ കണ്ടാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനൊക്കെ ടേപ്പ് റെക്കോർഡർ ഉപയോഗിക്കാം. ആ ഐഡിയ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതലുള്ള ഒരു ഐഡിയ ആണ് അത്. ടേപ്പ് റെക്കോർഡർ അല്ല, ഒരു വാക്ക്മാൻ. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതലുള്ളതാണ്. അപ്പൊ അതങ്ങനെ അതിലേക്ക് അങ്ങനെ ഭയങ്കര തോട്ടൊന്നും ഇട്ടിട്ടില്ല. ഒരു ക്രൈം സീൻ എങ്ങനെ ഡിഫറെന്റ് ആക്കാം. ഒരു ലോക്കൽ ഡിറ്റക്റ്റീവ് വരുമ്പോ അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ പല ലോക്കൽ ഡിറ്റക്ടീവ്സിനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഇതിനെ ഡിഫറെന്റ് ആക്കാന്ന് പറയുമ്പോഴാണ് വാക്ക്മാൻ ഇട്ട് പാട്ട് കേട്ട് ഒരു ക്രൈം സീൻ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന തോട്ട് വന്നത്. മ്യൂസിക്കലി പുള്ളിയുടെ സോണിലേക്ക് പോകും എന്ന് പറയുന്ന രീതിയിൽ. പാട്ടാണ് ഇവിടെ കേൾക്കുന്നത് അല്ലേ? ഞാൻ ആളുകളുടെ മറ്റേ ടെസ്റ്റിമോണിയൽസ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ രാഘവനൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ അനൗൺസ്മെന്റ് ടീസറിലാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. അതും ചെയ്യുന്നുണ്ടാവും വിചാരിച്ചില്ലല്ലേ? ഓക്കെ, ഫൈൻ. ഉജ്വലൻ ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളെ പോലെ അല്ല പലപ്പോഴും കാണിച്ചിട്ടുള്ള ട്രെയിലറിലൊന്നും. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ ഒരാളാവണം, അതുകൊണ്ട് ധ്യാനം മതി, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ? ധ്യാൻ ചേട്ടൻ ആക്ച്വലി ടീലർ മെയ്ഡ് ക്യാരക്ടർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ ധ്യാൻ ചേട്ടൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട് എന്ന ആൾക്കാർ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഇതിപ്പോ ധ്യാൻ ചേട്ടൻ അല്ലാതെ വേറൊരാളെ മേ ബി ഈ ക്യാരക്ടറിൽ അത്ര ചിന്തിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കുറച്ചൊരു ട്രേഡ് മാർക്ക് വർക്ക്സും ക്യാരക്ടറും ഒക്കെ ഉണ്ട് ഉജ്വലിന്. പിന്നെ ഈ പറയുന്ന ആ ഒരു ഹ്യൂമൻ എന്നുള്ള എല്ലാ വൾണറബിൾ ഇമോഷൻസും ഉള്ള ക്യാരക്ടർ തന്നെയാണ് ഉജ്വലൻ. അതാണ് ഈ പറഞ്ഞ ഒരു അണ്ടർ കോൺഫിഡൻസ് കണ്ടെന്ന് പറയുന്നു. എന്നാൽ കോൺഫിഡൻസ് കാണിക്കുന്ന ഏരിയ ഉണ്ട്. തെലുങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കുറച്ചെങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മോൺസ്റ്റർ ജോണറിൽ അല്ലെങ്കിൽ സോംബി ജോണർ എന്ന് പറയുന്ന ഇത്തിരിയെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നു. പ്രശാന്തിന്റെ പടം, ഒരു സോംബി പടം ഉണ്ടായിരുന്നു. ആ പടം മാത്രമാണ് കുറച്ച് വിജയിച്ചത്. ബാക്കിയൊക്കെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ തിയേറ്ററിൽ അതിന്റെ വിജയം കമ്പാരിറ്റീവ് നോക്കുമ്പോൾ പണം ഉണ്ടാക്കുന്നത് കുറച്ച് കുറവാണ്. അതിന് ഏതെങ്കിലും രീതിയിലൊരു പേടി ഉണ്ടാക്കുന്നുണ്ടോ നമ്മള് അങ്ങനത്തെ ഒരു ജോണർ ചെയ്യുമ്പോ? ഒന്നും ഈ പറഞ്ഞ പടം കണ്ടിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ജോണറാണ്. കാരണം ഈ ജോണറിന്റെ പ്രത്യേകത ഇത് ഭയങ്കര ഒരു വിഷ്വൽ ജോണറാണ്. അതായത് നമ്മൾ ആ മോൺസ്റ്ററിനെ കാണണം, അതിന്റെ മൂവ്മെന്റ് നമ്മളത് വിശ്വസിക്കണം, പിന്നെ അതിനനുസരിച്ച് അവിടെ നടക്കുന്ന കെയോസും അഡ്വഞ്ചറൊക്കെ നമുക്ക് വർക്ക് ആവണം. അപ്പൊ ഞാൻ കൂടുതൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത് ഇതിന്റെ സ്റ്റോറി ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഭയങ്കരമായിട്ട് ഒരുപാട് എലിമെന്റ്സ് പ്ലേസ് ചെയ്തിട്ട് ആസ് ദ സ്റ്റോറി ഗോസ് ഫോർവേഡ് ഈ കഥ അൺലോക്ക് ആയി വന്നോണ്ടിരിക്കണം. അപ്പൊ ഞാൻ കുറെ കൂടി അതിൽ ആൾക്കാർ ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അഫ്കോഴ്സ് ടെക്നിക്കലി നമ്മൾ ഇൻ ക്രിയേറ്റിംഗ് ദ മോൺസ്റ്റർ ആൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫിലിം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കറക്റ്റ് സിനിമയാകുമ്പോൾ നമ്മൾ ഈ ഏലിയൻസ് തൊട്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കുറെ സിനിമകളിൽ ഈ പറഞ്ഞ വിരൂപികളായിട്ടുള്ള മോൺസ്റ്ററുകളെ കാണുന്നുണ്ടല്ലോ.
പുതിയൊരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്ത് എത്രമാത്രം ടഫാ? ടഫ് ഇൻ ദ സെൻസ് നമ്മുടെ ബേസിക്കലി ഇതെല്ലാം നമ്മുടെ കഥയിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കഥയില് ഇറ്റ്സ് നോട്ട് വെരി ഡിഫറെന്റ് ടു ഹ്യൂമൻ ഫോം. അപ്പൊ നമ്മൾ ഒരു ഏലിയനെ ക്രിയേറ്റ് ചെയ്യല്ല, വേറെ ലിംസും ഇതൊക്കെ ആയിട്ടുള്ളതല്ല. ഒരു മനുഷ്യൻ ട്രാൻസ്ഫോം ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഹ്യൂമൻനെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷ്വലി ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ ദ ബോർഡ് പോകുന്നില്ല. ഈ ഉജ്ജ്വലനില് ഇപ്പൊ മിനൽ മുരളിയുടെ ക്യാമിയോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജാമ്പിയില് ഇവര് ഉജ്ജ്വലൻ കയറി വരുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പടങ്ങളിൽ സംഭവിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി വരുന്ന ഒരു സിനിമ സംഭവിക്കുക, എങ്ങനെയാ? ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കാം. കാരണം നമ്മളിപ്പോ ഈ കുറുക്കൻ മൂലയുടെ നെയ്ബറിംഗ് ഗ്രാമമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ഗ്രാമം, പ്ലാച്ചിക്കാവ്. അതിന്റെ നെക്സ്റ്റ് വരുന്നതാണ് ജാമ്പി സംഭവിക്കുന്ന നീലിമല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്റ്റഡ് ആണ്. ഇപ്പൊ ഈ ഉജ്ജ്വലനില് ജാമ്പിയുടെ ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. അപ്പം കാരണം ഇവര് പിന്നെ അടുത്ത ജാമ്പിയിലുണ്ടാവും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം എപ്പോഴായാലും ഏതെങ്കിലും ഒക്കെ പ്രോജക്ട്സിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരാനുള്ള സാധ്യത കാണും. നമ്മളൊരു ഫേസ് ബിൽഡ് ചെയ്യണമല്ലോ. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കമ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി വെച്ച് നമ്മൾ വെരി ഏർലി ഇൻ ദ ഗെയിമാണ്. നമ്മള് രണ്ടാമത്തെ പടം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഈസ്റ്റർ എഗ്സ് ഇട്ട് വെക്കുക, ക്രോസ് ഓവേഴ്സ് ചെറുതായിട്ട് ഹിന്റ് ചെയ്ത് വെക്കുക. പക്ഷെ ഇങ്ങോട്ടേക്കും പോകാന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ എൻഡഡ്നെസ്സിൽ ഫിനിഷ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആസ് ദിസ് ഗോസ് ഫോർവേഡ് ദ ഫിലിംസ് വിൽ ഗെറ്റ് ബിഗർ. ഈസ്റ്റർ എഗ്സ് എല്ലാം ഓപ്പൺ ആയി വരും. എന്തുകൊണ്ടാണ് ആ പടത്തിൽ അങ്ങനെ സംഭവിച്ചെന്നുള്ളത് നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരും. ഈ രണ്ട് വേൾഡ്സും എങ്ങനെ ഇന്റർവൈൻഡ് ആയി? അതിന്റെ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന 3 ഗ്രാമങ്ങളും ഇത് എപ്പോഴും നിങ്ങൾക്കും ഈ ഐഡിയ കൺവേ ആയിട്ട് ഇത് ഇങ്ങനെ ആവാന്നുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത്? അത് നമ്മൾ കഥ പിച്ചതിന് ശേഷം വീക്കെൻഡിൽ നിന്ന് വന്ന സജഷൻ ആണ് നമുക്ക് ഈ WCയിലേക്ക് ഇതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് കോയിൻസിഡന്റലി നമ്മുടെ കഥ നടക്കുന്ന 90s. അപ്പൊ ടൈം ലൈൻ വൈസ് നമ്മൾ ഓക്കെ ആയി. നമ്മളൊരു ഗ്രാമമാണ്, ഒരു വേറൊരു ഗ്രാമം, അങ്ങനെ അങ്ങനെ ആ മാപ്പ് വലുതായി വരുവാണല്ലോ. ഇത് ശരിക്കും വീക്കെൻഡിലാണ് ഇവർക്ക് ഐഡിയ പോകുന്നത്. ഇത് ആരുടെ മനസ്സിൽ വന്നത്? ഇവിടെ ഇരിക്കാത്ത രണ്ടുപേരുണ്ട് ഇതിന്റെ ഐഡിയയുടെ ആൾക്കാര്, സെഡിൻ ആൻഡ് കെവിൻ. ഇവരാണ് സൂപ്പർ ഹീറോയുടെ ഭയങ്കര ക്രേസി ഫാൻസ് ആണ് അവർ രണ്ടുപേരും. അതിൽ നിന്ന് അതാണല്ലോ മിന്നല് സംഭവിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ മിന്നൽ മുരളി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇവർ പറയുന്നുണ്ട് നമുക്ക് പല ഇതിലുള്ള ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം, നമുക്കൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യണം, അതുപോലെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കപ്പോൾ ഇതിന് ഈ മിന്നൽ മുരളി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ സൂപ്പർ പവേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സിന്റെ കഥകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതില് അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ വന്നപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ ജാമ്പി വന്നു, പിന്നെ ഉണ്ട് വേറെയും ഇവരെഴുതി അടുത്ത പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ മിന്നൽ മുരളി 2 സംഭവിക്കാത്തത് മിന്നൽ മുരളിക്ക് പറ്റുന്ന ഒരു വില്ലനെ കിട്ടാത്തതുകൊണ്ടാണോ? അതല്ല, അത് ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മൂവി ഇറങ്ങിയ സമയത്ത് നമ്മൾ രണ്ടാമത് സൂപ്പർ ഹീറോയുടെ സെക്കൻഡ് മിന്നൽ 2 ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് നീണ്ടു പോയി ബേസിൽ അപ്പൊ ശക്തിമാൻ ചെയ്യാനുള്ള ഇതിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെ അങ്ങ് പോയി. അതെ, പക്ഷെ എന്നാലും അന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ഇപ്പോഴും വളരെ ഫാൻ ബേസ് ഉണ്ട്, ആളുകൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് സംഭവിക്കേണ്ട അങ്ങനെ ഒരു ആകുലതയുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി മിന്നൽ മുരളി 2 ചെയ്യാൻ ആഗ്രഹം ഉണ്ടല്ലോ എല്ലാവർക്കും, അത് കാണുമല്ലോ. ഡെഫിനറ്റ്ലി അതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണല്ലോ. അതെ, ഇപ്പം ഈ മിന്നൽ മുരളി 2 തിയേറ്ററിൽ കണ്ട വളരെ ചുരുക്കം ആളുകളിൽ 2 പേരായിരിക്കുമല്ലോ നിങ്ങള്. മിന്നൽ മുരളി 1 തിയേറ്ററിൽ കണ്ടിട്ടുള്ള വളരെ തിയേറ്ററിൽ മിന്നൽ മുരളി കണ്ടപ്പോണ്ടായിരുന്ന അന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് മാമി ഫിലിം ഫെസ്റ്റിവലായിരുന്നു, ഒരു സെപ്പറേറ്റ് പ്രീമിയം സ്ക്രീനിങ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളും എന്താ പറയുന്നത് ഭയങ്കര ഹൈബ്ഡ് ആയിട്ടിരുന്ന ഒരു ഫിലിമാണ്. തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര നല്ല റിയാക്ഷനും ആയിരുന്നു. ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഓഡിയൻസ് ആയിട്ട് കണ്ടപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ ആയിരുന്നു. ആക്ച്വലി അന്ന് ഞങ്ങൾ കാണുമ്പോൾ ഇവര് ക്രൂവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ബേസിലേട്ടൻ, ടോവിനോ, അങ്ങനെ ഇവരും ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കയ്യടിയും ബഹളമൊക്കെ ആയിട്ട് കണ്ടൊരു സിനിമയായിരുന്നു മിന്നൽ മുരളി. എപ്പോഴെങ്കിലും അത് വലിയൊരു മിസ്സായി പോയി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലേ, നമ്മളത് ബിഗ് സ്ക്രീനിന്റെ സിനിമ ആയിരുന്നല്ലോ. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോവിഡിനെ വെച്ചിട്ടാണല്ലോ. പക്ഷെ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടി ആ സിനിമ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ. അപ്പൊ അങ്ങനെ അതെ, എല്ലാരും പിന്നെ അവര് ചെയ്ത പ്രൊമോഷൻസ് കണ്ടല്ലോ നെറ്റ്ഫ്ലിക്സ്. ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ കിട്ടാത്ത പ്രൊമോഷൻസ് ഒക്കെ അവർ ചെയ്തത്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആ സിനിമ വന്നു, ഒരുപാട് പേര് അറിഞ്ഞു. അത് മീൻസ് ലൈവ് എല്ലായിടും ഒരേപോലെ ആയിരുന്നല്ലോ സ്ട്രീമിങ്. അപ്പോൾ വേൾഡ് വൈഡ് ഒരേ ടൈമിൽ ഒത്തിരി പേര് കണ്ടു. അപ്പൊ അവരുടെ വൺ ഓഫ് ദ ടോപ്പ് വ്യൂയിങ് ഉള്ള മൂവിയാണ് അതെ മിന്നൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് നല്ല അഭിമാനമാണ് മിന്നൽ മുരളി. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ അത് ഒരു സൈഡിലൊരു വിഷമം ഉണ്ടെങ്കിൽ, പക്ഷെ ഇതുകൊണ്ട് നമുക്ക് അതെല്ലാം കവർ ആയല്ലോ. അങ്ങനെ ഇപ്പൊ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വല്ലാതെ ഉയരുന്നു. 45 ദിവസം പറയുന്ന പടം 90 ദിവസം ആവുന്നു. റെമ്യൂണറേഷൻ പ്രശ്നങ്ങൾ, അതുകൊണ്ടൊക്കെയാണോ പ്രൊഡക്ഷന്റെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നത് വീക്കെൻഡിന്റെ? അല്ല, നമ്മൾ എപ്പോഴും ഒരു സിനിമയിൽ ഒരു സമയത്ത് ചെയ്യാറുള്ളൂ. ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് ചെയ്യുവാണ്. അല്ല, നമ്മളങ്ങനെ പ്രൊഡക്ഷൻ ഒന്നും കുറച്ചിട്ടില്ല. ഞാനിപ്പോ ഇപ്പൊ എത്രാമത്തെ പ്രോജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്? ഇതിപ്പോ 8 അതെ 8ാമത്തെ. ഇനിയിപ്പോ ഓൾമോസ്റ്റ് എനിക്ക് 4-5 പ്രോജക്ട്സ് ഞാൻ ഓൾറെഡി കമ്മിറ്റ് ലൈനുണ്ട്. അതെ, 10 വർഷം എടുത്തിട്ടാണ്. അതെ, 10 വർഷം ഒരു പടേ ചെയ്യുള്ളൂ. നമ്മളങ്ങനെ ഒരുമിച്ച് 2 സിനിമ 3 സിനിമ അങ്ങനെ ചെയ്യില്ല. അതൊരു ചുമ്മാ ഒരു അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് കണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ കഥ കേട്ട് അതിനോട് എല്ലാം നമ്മൾ നോക്കി, അതൊരു പാഷനും ഒബ്വിയസ്ലി അത് ബിസിനസ്സും കൂടെ ആണ്. രണ്ടും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ക്രിയേറ്റീവ്ലി ഇവര് ഭയങ്കര ഇൻവോൾവ് ആണ്. ഇപ്പൊ മാം ആണെങ്കിലും സെഡിൻ കെവിൻ ലിൻസി, സെഡിന്റെ വൈഫ് ലിൻസി, നമ്മൾ ആ ഫസ്റ്റ് പോയി കഥ പിച്ച് ചെയ്യുന്ന സമയം മുതലേ പിന്നെ ക്രിയേറ്റീവ്ലി അവരുടെ ഒരുപാട് ഇൻപുട്സ് ഒക്കെ വരും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ഒന്നിലധികം പടങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അത്രയും ഇൻവോൾവ് ചെയ്തിട്ടാണ് ഓരോ പ്രോജക്റ്റും ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമ്മളെല്ലാം പഠിക്കുകയാണല്ലോ, ഓരോ പ്രോജക്റ്റ് നമ്മൾ പഠിക്കുകയാണല്ലോ നെക്സ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു ലോഗോ ഉണ്ടല്ലോ, അത് ശരിക്കും എന്താ ഡിനോട്ട് ചെയ്യുന്നത്? അത് മനസ്സിലായി. അതല്ലാതെ ഈ ചില സൈഡിൽ ഒരു മാസ്ക് പോലെയാണല്ലോ ഉള്ള പടങ്ങളുണ്ട്. പിന്നെ ഒരു മിന്നൽ കാണുന്നുണ്ടെങ്കിൽ അതുള്ള പടങ്ങളുണ്ട്. മിന്നലും മാസ്ക് മനസ്സിലായി. ലോഗോ ഇനി ഇവോൾവ് ആയി വരും കേട്ടോ. ഒന്നും എത്തിയിട്ടില്ല. ഓരോ പടങ്ങളുടെയും ചെറിയ ചെറിയ എലമെന്റ്സ് വരും അതിനകത്ത്. ഓക്കെ, ഫൈൻ. എന്തായാലും ആദ്യത്തെ ഒരു ശ്രമമാണിത്. ഇപ്പം നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി എപ്പോഴും ഇങ്ങനെ കോണ്ടന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ ഓഫ് എബി തൊട്ടിട്ട് ആ ശ്രമം എപ്പോഴും നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിലേക്ക് എന്തായാലും ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആവട്ടെ ഈ സിനിമകൾ. ജാംബി ആൻഡ് ഡിറ്റക്റ്റീവ് വിജിലൻസ് സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നേരത്തെ ഒരുപാട് നമസ്കാരം. താങ്ക് യു.